എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഭയങ്കര സന്തോഷത്തോടുകൂട്ടാണ് സരയും ശാരിയും കൂടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. കാരണം അതുപോലത്തെ ഒരു കാഴ്ചയാണല്ലോ കിരണിന്റെ വീട്ടിൽ കണ്ടത്. പിന്നീട് സരയു പറഞ്ഞു, എന്റെ അമ്മേ, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ഞാൻ സന്തോഷിച്ചിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, മോളെ സന്തോഷിക്കാൻ വരട്ടെ, അങ്ങനെ അധികം സന്തോഷിക്കണമെന്ന് പറയാ. അതെന്തമ്മ അങ്ങനെ പറഞ്ഞ്? അല്ല, അവന്റെ കിടപ്പ് കണ്ട് സന്തോഷമൊക്കെ തന്നെയാ. പക്ഷെങ്കിൽ അറിയാവോ, ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാലോ. അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയണം. അങ്ങനെ കൂടെ ഉറപ്പിക്കാൻ വരട്ടെ. കാരണം അവനാണ് ജനിസ്. ഇതിനു മുമ്പ് പല അപകടങ്ങളിൽ നിന്നും ആ കല്യാണിയും കിരണും ജീവിച്ചു മുന്നോട്ട് വന്ന. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇതും അങ്ങനെ ആയി തീർന്നെങ്കിലോ. ഇപ്പോഴായി എനിക്കൊരു സമാധാനമായത് അമ്മ. അമ്മ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇത്രയും നാളായി അച്ഛനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത് ഇപ്പോഴാന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കില് അവൻ അധികകാലം അങ്ങനെയൊന്നും കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. പിന്നെ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ ആയിരുന്നു. ഇതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാം. അത് കേട്ടതും സരയെ പറഞ്ഞു, അത് തന്നെ എനിക്കും പറയാനുള്ളമ്മേ. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്താണെങ്കിലും ആ അച്ഛനെന്ന് പറയുന്ന അയാളെ കൊണ്ട് ഇത്രയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ എന്നൊക്കെ സരയെ പറയാ. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അത് ശരിയാ, കുറെ കാലമായി അങ്ങനെ പുലി വരുന്നേന്ന് പറയണേ. അവസാനം അങ്ങനെ ഇത്രയെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ പുലിയും വന്നു അവനെ വീഴിക്കുകയും ചെയ്തെന്ന് പറയണ ആ കിരണിനെ. ഇത് കേട്ടപ്പം സരയെ പറഞ്ഞു, ഇനിയിപ്പോ ആ കല്യാണി അവളെയാണ് അടുത്ത തീർക്കണ്ടേന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി മനസ്സിൽ പറഞ്ഞു, ഇനിയിപ്പോ കല്യാണീനല്ല തീർക്കണ്ടേ, ഇനിയിപ്പോ നിന്റെ ഭർത്താവ് മനോഹരനെയാ. പക്ഷെ അതാ അവളോട് പറയാനായിട്ട് പറ്റില്ലോ. അല്ല അമ്മ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല മോളെ, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാന്ന് പറയണം. അവളുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊന്നും ഒടിഞ്ഞിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ അത് ബാക്കിയും കൂടെ ഒടിച്ചു കളയണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, പറയുമ്പോഴേ ഈസിയാ, പക്ഷെ അറിയാലോ അത്ര പെട്ടെന്നൊന്നും വീണ് തരുന്നവളല്ല കല്യാണി. ഇത് കേട്ടതും സരിയ പറഞ്ഞു, ഇനിയിപ്പൊ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ഭർത്താവ് തളർന്നുപോയി ഓർമ്മശക്തി ഇല്ലാതെ കിടക്കുമല്ലേ. പോരാത്തന്നെ അവളെ പോലും തിരിച്ചറിയുന്നില്ല. ഇത്രയ്ക്കൊരു ദൗർഭാഗ്യം ഏതെങ്കിലും പെണ്ണിനുണ്ടാകാനുണ്ടോ? സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും പോലും തിരിച്ചറിയാതെ അവൻ കിടക്കുമല്ലേ എന്ന് ചോദിക്കുക. ഈ കിടപ്പിൽ കിടന്ന് കുറച്ച് നാൾ നരകിച്ചിട്ട് അവൻ അങ്ങോട്ട് തീർന്നു പോയാൽ മതി. അതോടുകൂടി അവളുടെ സർവ്വ ഇത് അങ്ങോട്ട് തീരുമെന്ന് പറയാം. അവളിനി ഒരിക്കലും നേരെ ചൊവ്വ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി നടക്കരുത്. കാരണം കരഞ്ഞ് തളർന്ന് അവൾ ഒരിടത്ത് കിടന്ന് അവസാനം അവള് പോയി ആത്മഹത്യ ചെയ്യണം. അങ്ങനെയൊക്കെ സരയു പറയാം. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മോളുടെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം, പക്ഷെ അതൊക്കെ വല്ല പ്രാവർത്തികമാകുമെന്ന് എനിക്ക് സംശയം. എല്ലാം നടന്നു കഴിഞ്ഞാലും നടന്നു പറയാൻ പറ്റുള്ളൂ മോളെന്ന് പറയാം. അമ്മേ, ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നില്ലേ, ഇനി പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ നടന്നോളൂ എന്ന് പറയാണ്. ആ സമയം മനോഹർ നേരെ പോകുന്ന നിതയുടെ വീട്ടിലേക്കാണ്. കാരണം അങ്ങോട്ട് നിതയുടെ അല്ല വന്ദനയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ചെല്ലുന്നതിന് കാരണമുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വന്ദനയ്ക്ക് തോന്നി ഇത് അധികം നാളെ ഗെയിം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പോണേ. കാരണം തനിക്കിനി നിതേനെ കല്യാണം കഴിക്കണമെങ്കിൽ ഈ ഗെയിം ഇവിടെ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. പിന്നീട് അച്ഛനോടും അമ്മയോടും ഒക്കെ ആ കാര്യം പറയുന്നത്. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് വരുണം പറയാണ്. അവൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയണമെന്ന് പറയാം. ശരി, ആ കാര്യമൊക്കെ ഏറ്റെന്ന് പറയാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മനോഹർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഗന്ധി വരുണിന്റെ അച്ഛനൊക്കെ കൂടെ ഇറങ്ങി വന്നു. ബാമനെ കയറി വരാൻ പറയണം. അല്ലെങ്കിലെ എന്താ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇനിയിപ്പം മോളുടെ കൂടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അതെന്ത് പറ്റി അങ്കിളെ അങ്ങനെ പെട്ടെന്ന്? അത് പിന്നെ മോളുടെ ജാതകത്തില് ഇത്ര വയസ്സ് കല്യാണം നടത്തണമെന്നുണ്ട്. 25 വയസ്സ് കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ അതിന് ശേഷം കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം മാത്രം മംഗലഭാഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞേ. അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, മോന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയൊക്കെ വിളിക്കുക. എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ഉണ്ടാന്ന് പറയാം. മോന് വല്ല എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. എനിക്ക് എതിർപ്പ്? എനിക്ക് ഒരു എതിർപ്പുമില്ല, എനിക്ക് എതിർപ്പില്ല അങ്കിളേന്ന് പറയാണ്. ശരി, പിന്നെ അറിയാലോ കല്യാണമാണ്, അത് ഗംഭീരമായിട്ട് നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കുറെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, എന്തിനാ അങ്കിളെ അവരെയൊക്കെ വിളിക്കണേ? അല്ല അതെന്താ അങ്ങനെ മോനെ പറഞ്ഞേ? ഈ വെറ്റുകളെയൊക്കെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എനിക്ക് തന്നെ കുറെ ബന്ധുക്കളുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അധികം ആരും കല്യാണത്തിന് വിളിക്കില്ല. അയ്യോ അതെന്താ മോനെ അങ്ങനെ? അവർക്കൊക്കെ അസൂയാന്നേ. ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ ഓരോ
ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര അസുഖം കുശുമ്പോ. പിന്നെ അവരെയും ഒക്കെ വിളിച്ച് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം ഇരിക്കുന്നേ? ഒരു ഗുണമില്ല. കല്യാണത്തിന് ചുരുങ്ങിയ കുറച്ച് പേര് മാത്രം മതി. ലളിതമായ രീതിയിൽ കല്യാണം നടത്താനേ ആഗ്രഹം. പിന്നെ വേണമെങ്കിൽ ആർഭാടമായിട്ട് നടത്തേണ്ട ആ പണം വേറെ വല്ല ഓർഗനൈസിലും കൊടുക്കുവാണെങ്കിൽ അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും എന്ന് പറയാം. ഇത് കേട്ടതും ഭയങ്കര അത്ഭുതം എന്നവണ്ണം സുഗന്ധി പറഞ്ഞു, ദൈവമേ, ഇത്ര നല്ലൊരു സ്വഭാവമുള്ള മരുമോനെയാണല്ലോ എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോളുടെ ഭാഗ്യാന്ന് പറയണം. അത് കേട്ടതും വരുണിന്റെ അച്ഛൻ പറഞ്ഞു, അത് ശരിയാ, അന്നിങ്ങനെ ഒരു കാര്യം ചെയ്യാം. മോൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. നമുക്ക് അങ്ങനെ തന്നെ കല്യാണം നടത്താം. ഇനിയിപ്പോൾ അധികം അമാന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അന്നെങ്കിൽ വരുന്ന അടുത്ത മുഹൂർത്തം തന്നെ കല്യാണം നടത്തിയാലോ എന്ന് ചോദിക്കണം. ശരി, അത് അങ്ങനെയാണെങ്കിൽ അങ്കിളുടെ ആൻറ്റിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം. അങ്ങനെ മനോഹർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. മനോഹറിന്റെ മനസ്സിൽ കുറെ ചിന്തകളുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്ത് താലി ആർത്തുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പണോ സ്വർണ്ണോ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും. അവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ പറ്റും. അതെങ്ങനെയും നടത്തണം. ഇനി അധിക കാലം നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല. സരുവിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതാ. ഇനി ഇപ്പം അവളെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല. അവിടെ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നില്ല. കാരണം രൂപ എന്ന് പറഞ്ഞാൽ അവര് തിരിഞ്ഞ സ്ഥിതിക്ക്, ആ സ്ത്രീ കാല് വാരിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല. ഇനിയിപ്പോൾ രാഹുലിനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൂടെ നല്ലത് വന്ദനയാണ്. അവളാണെങ്കിൽ വലിയ കുഴപ്പമില്ല, സംസാരശേഷിയില്ല അധികം. അതുകൊണ്ട് പിന്നെ വേറെ ശല്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ് രാഹുല്. കാരണം ഇനി വീട്ടിലേക്കൊന്ന് പോകണം. വീട്ടിലേക്ക് പോകണമെങ്കിൽ ആ ചന്ദ്രസേന്റെ കണ്ണ് വെടിച്ചു വേണം പോവാനായിട്ട്. അതെങ്ങനെ പോകാൻ പറ്റും? എങ്ങാനും അയാളുടെ മുന്നിൽ ചെന്ന് ചാടിയിട്ടുണ്ടെ പ്രശ്നവും. അപ്പോഴേക്കും പ്രകാശനം വന്നിട്ട് ചോദിച്ചു, അല്ല രാഹുലെ, നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും. എനിക്ക് വീട്ടിലൊന്ന് പോണായിരുന്നു പറയാം. അതിനിപ്പോ എന്താ, പോയിട്ട് വരാൻ വരാന്ന് ചോദിക്കുകയാണ്. പോയിട്ടുണ്ടെങ്കിലോ ആ ചന്ദ്രസേനും ആൾക്കാരും ഗുണ്ടകളും പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. ഓ, അത് ശരിയാ. ഒരു കാര്യം ചെയ്യ, തൽക്കാലത്തേക്ക് നീ കുറച്ച് ദിവസം കൂടി ഒതുങ്ങി നിൽക്കുന്നത് നല്ലത്. കാരണം കിരണിന് അത്രയും പറ്റിയ സ്ഥിതിക്ക് അയാളെ വെറുതെ ഇരിക്കാൻ വഴിയില്ലെന്ന് പറയാം. അത് ശരിയാ, എനിക്ക് അവനെയും കൂടെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അതിനും കൂടെ വേണ്ട ഞാൻ പോകാന്ന് വിചാരിച്ചേ. അപ്പൊ എന്നാ ശരിയാ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ. 2 ദിവസം അവിടെ നോക്കി അതിന് ശേഷം പോകാം അല്ലെന്നൊക്കെ പറയണം. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാണ്. ഈ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം, കിരണിനെ കാണാനായിട്ട് കിരണിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവളെ തീർക്കണം. അവളെ മാത്രമല്ല, കാർത്തികനെ മാത്രമല്ല, ലക്ഷ്മിനെ തീർക്കണം. 2 എണ്ണത്തിന് ഒരുമിച്ച് തീർക്കണം. ഇനി ഒരു തടസ്സങ്ങളും അതിനും ഉണ്ടാവരുത് എന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് കിരണിനെ കാണാൻ ചെല്ലുവാണ്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കിരൺ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടഭാവത്തിലെന്നോണം കല്യാണിയുടെ അവൻ പറഞ്ഞു, അതെ, ഞാൻ ഇന്നും കൂടെ പള്ളിയിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചോളൂ എത്രയും പെട്ടെന്ന് കിരണ് സുഖമാണേന്ന്. മെഴുകുതിരി ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ജെറിച്ചേട്ടാ, അധികം വൈകാതെ തന്നെ സുഖമാവും. ഒത്തിരി നാളൊന്നും വേണ്ടി വരത്തില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജീവിതത്തിലേക്ക് എൻ്റെ കിരണേട്ടൻ മടങ്ങി വരുമെന്ന് എന്ന് പറയണം. ജെറി പറഞ്ഞു, അത് ശരിയാ, മടങ്ങി വരണമല്ലോ. കാരണം ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരാളല്ലേ. അപ്പൊ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും മടങ്ങി വരും. ദൈവം തമ്പുരാൻ ഒരിക്കലും അത്ര വലിയ ക്രൂരനൊന്നും അല്ലെന്ന് ജെറി പറയാണ്. അങ്ങനെ അവരിലൊരു വിശ്വാസം നേടിയെടുക്കുകയാണ്. കിരണിനെയും കല്യാണിയും കയ്യിലെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ഇതൊക്കെയാണ്, ഓരോ കാട്ടിക്കൂട്ടുകളിലൊക്കെയാണ് ഗംഗാപ്രസാദ് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു സംശയം തോന്നരുത്, കാർത്തികയുടെ ലക്ഷ്മിയുടെ കാര്യം തീർത്തിട്ട് തനിക്ക് ഇവിടുന്ന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ആരും ഇടങ്കോലും ഇട്ടുകൊണ്ട് വരില്ല. ആ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് അവൻ നേരെ പോവാണ്. ഈ സമയത്ത് വരുണിനെ കാണാനായിട്ട് നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞ്, എന്ത് പറ്റി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്, ഒന്നുമില്ലാന്ന് പറയണം. അല്ല, എന്തോ കാര്യമില്ലാതെ എന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറയത്തില്ലോ. അത് പിന്നെ വീട്ടില് കല്യാണാലോചനയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയണം. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയണം. എന്ത് പ്ലാനുകൾ? ഈ നാടകം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയണം. നാടകം അവസാനിപ്പിക്കാനാ? അതെ, അതേ കാലം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിധേനെ എനിക്ക് നഷ്ടമാവും. അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ നിധ പറഞ്ഞു, അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോന്ന് ചോദിക്കും. നടക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഉടനെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതെന്തായാലും അവൻ സമ്മതിച്ച മട്ടില്ല പോയിരിക്കണം എന്ന് പറയണം. അത് കേട്ടപ്പോൾ നിധ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലാനെല്ലാം പൊളിച്ചടുക്കിയിട്ട് അവനെ ഒരു വഴിക്കാക്കണം നമുക്ക്. അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയണം. ഇത് കേട്ടതും വരും പറഞ്ഞു, അത് ശരിയാ, ഇപ്പം കല്യാണ ചേച്ചി അവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ അവനെയാണെങ്കിലും
ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നത്. അവൻ ഒരു നിമിഷം പോലും ഇനി ഭൂമിയിൽ പോലും ജീവിച്ചിരിക്കുന്ന അർഹതയുള്ളവനല്ല. പക്ഷേങ്കിൽ അവൻ അത്ര പെട്ടെന്ന് മരിക്കരുത്, ഇഞ്ചിഞ്ചായിട്ട് വേണം മരിക്കാൻ. അങ്ങനെയുള്ളൊരു പണി വേണം ഇതേ അവന് കൊടുക്കാനെന്നൊക്കെ വരുൺ പറയണം. അത് ശരിയാ, പക്ഷെ കല്യാണിച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റത്തില്ലല്ലോ. പാവം ആ കിരണേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴേ വിഷമെന്ന് പറയണം. ഇത് കേട്ടതും നീത പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഉറപ്പായിട്ടും കണ്ടോ കിരണേട്ടനും എഴുന്നേറ്റ് വരും, അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് കാർത്തിക് പുറത്തേക്ക് പോണ സമയത്താണ്, തൻ്റെ കമ്പനിയിലേക്ക് പോണ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ഗംഗാപ്രസാദ് അവിടെ ഒരു കടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുക. കാർത്തികനെ കണ്ടു. പെട്ടെന്ന് കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ അരിയിലേക്ക് വരുവാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. മിക്കവാറും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അത് പ്രശ്നമോ. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗംഗാപ്രസാദ് അവിടുന്ന് പാഞ്ഞങ്ങോട്ട് കാർത്തികയുടെ അരിയിലേക്ക് വരുവാണ്. കാർത്തിക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം കാർത്തിക് അറിയാം ഇവൻ വെറുതെ അല്ല ഇവന്റെ വരവ്, കാരണം രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്, നേർക്ക് നേർ പോരാട്ടം നടത്താനുള്ള വരവാന്നുള്ള കാര്യം കാർത്തിക് മനസ്സിലാവാണ്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഒരു പക്ഷേങ്കിൽ ലക്ഷ്മി ആയിരിക്കും അവന്റെ ഫസ്റ്റ് ടാർജറ്റ്. ലക്ഷ്മിനെ ഇല്ലാതാക്കുവാണെങ്കിൽ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ കിട്ടും എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്കുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും കിരണൻ സത്യങ്ങളൊക്കെ അറിയാൻ പോവാ. ഈ പറയുന്ന ജെറി ജോൺ ആണ് ഗംഗാപ്രസാദ് എന്നുള്ള സത്യം. അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല കിരൺ, അവനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.